പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 71 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സംഗീതമാകുന്നു. വളരെ മനോഹരവും വാഗ്ദത്തം നിറഞ്ഞ ഒരു വാക്യമാണ് നമുക്കിവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് അറിയിക്കാനുള്ളൊരു വാഗ്ദത്തമാണ്: നാം പലർക്കും ഒരു അത്ഭുതമാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് പറയുവാൻ കഴിയുമോ? സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല. ആ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ പ്രാരംഭത്തിൽ താൻ പറയുക, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജിച്ചു പോകരുതേ. അപ്പോൾ ലജിക്കേണ്ട പല സാഹചര്യങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ട്. ലജിച്ചു പോകേണ്ട പല സാഹചര്യത്തിലൂടെ താൻ കടന്നു പോയിട്ടുണ്ട്. താൻ പറയുക, കർത്താവേ, അതിൻ്റെ ഒക്കെ മധ്യത്തിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയാണ്, ഞാൻ ലജിപ്പാൻ ഇടവരരുതേ. 7 വാക്യത്തിൽ താൻ വളരെ വിശ്വാസത്തോടെ പറയുകയാണ്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ഹല്ലേലൂയ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജിച്ചു പോകും, നിന്ദിക്കപ്പെട്ടു പോകും എന്ന് ചിന്തിച്ച ഒത്തിരി അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ പലർക്കും ഒരത്ഭുതമാകും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ പറയുകയാണ്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ഇംഗ്ലീഷിൽ നമുക്കവിടെ ബട്ടെന്നൊരു പദമുണ്ട്. താൻ അടുത്തതായിട്ട് പറയുകയാണ്, നീ എൻ്റെ ബലമുള്ള സംഗീതമാകുന്നു. പക്ഷേ നീ എൻ്റെ ബലമുള്ള സംഗീതമാകുന്നു. ആ ഒരു പദം നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കാണുവാൻ കഴിയുന്നു. തനിക്കറിയാം താൻ പലർക്കും ഒരു അത്ഭുതമാണ്, എന്നാൽ കർത്താവ് തൻ്റെ ബലമുള്ള സംഗീതമാണ് എന്ന് തനിക്കൊരു ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക വാഗ്ദത്തം: നിങ്ങൾ ഒരു അത്ഭുതമാകും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? വിശ്വസിച്ചു ആമേൻ പറയുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ ഒരു അത്ഭുതമാകും. നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ദൈവം നിങ്ങളിലൂടെ വലിയവ ചെയ്യുവാനിടയായിത്തീരും.